ഒപ്പം ഇപ്പോൾ കെ എം അഭിജിത്തുണ്ട്. അഭിജിത്ത് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയാണ്. കാരണം അടിച്ച പോലീസുകാരന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. ഇതേ പോലീസുകാരൻ പല ദിശയിൽ നിന്ന് അദ്ദേഹത്തെ അടിക്കുന്നതടക്കം പുറത്തു വരുന്നു. പോലീസുകാരനെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ന് ശ്രീ ഷാഫി പറമ്പിൽ MP കൃത്യമായ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിനെ അടിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 2023 അന്ന് പിരിച്ചുവിട്ടിരുന്ന SHO അഭിലാഷിന്റെ നേതൃത്വത്തിലാണ് ഈ അക്രമം നടന്നത് എന്നും, അതായത് സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളാണ്. പിന്നീട് അദ്ദേഹത്തെ വടകരയിലേക്ക് കൊണ്ടുവരുന്നു, വടകരയുടെ ട്രാഫിക് CI ആക്കി മാറ്റുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഏത് അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ക്രൂരമായ നടപടിക്ക് നേതൃത്വം കൊടുത്തതെന്ന് വ്യക്തമാണ്. CPM-ന്റെ അറിവോടുകൂടി, പ്രത്യേകിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്ന പിണറായി വിജയന്റെ അല്ലെങ്കിൽ ജനവിരുദ്ധ നയങ്ങൾ കൊണ്ട് ആകമാനം ജനങ്ങൾ വെറുത്തിരിക്കുന്ന ഒരു ഭരണകൂടത്തിലേക്ക് ചർച്ചകൾ പോകുമ്പോൾ, ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കൊള്ളയുടെ ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടി ബോധപൂർവം ശ്രീ ഷാഫി പറമ്പിലിനെ തെരഞ്ഞു പിടിച്ചാണ് ഈ അഭിലാഷ് അടിക്കുന്നത് എന്ന് ആ ചിത്രങ്ങളിൽ വ്യക്തമാണ്. ഒന്ന് മൂക്കിനടിക്കുന്നു, മൂക്കിന് പാലത്തിന് ഉൾപ്പെടെ 2 സർജറി നടത്തേണ്ടി വരുന്നു, തലയ്ക്കടിക്കുന്നു, മൂന്നാമതും അടിക്കാൻ അദ്ദേഹം ഈ ലാത്തി ഓങ്ങുന്നത് ഉൾപ്പെടെയുള്ള വിഷ്വൽ കാണുകയാണ്. അപ്പൊ കൃത്യമാണ് ഇവിടെ അഭിലാഷിന്റെ നേതൃത്വത്തിൽ CPM ഒരു ധാരണയുണ്ടാക്കിയിരിക്കുന്നു. ഷാഫി പറമ്പിലിനെ ആക്രമിച്ച് പൊതുസമൂഹത്തിന്റെ ചർച്ച അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് മാറ്റിവിടാനുള്ള ഒരു ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ശ്രീ ഷാഫി പറമ്പിൽ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ അടിച്ച് തല പൊട്ടിച്ചാലും മൂക്ക് പൊട്ടിച്ചാലും ഈ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെയുള്ള പോരാട്ടം കൃത്യമായി കൊണ്ടുപോകും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, അന്ന് ഈ ഇൻസിഡന്റ് ഉണ്ടാകുന്ന സമയത്ത് വടകരയുടെ SP പറഞ്ഞത് ഷാഫി പറമ്പിൽ അക്രമം ഏറ്റില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പിന്നീട് പറഞ്ഞു അക്രമം നടന്നിട്ടുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലെ ചില ആളുകളാണ്, അവരെ AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ച് അവരെ തിരിച്ചറിയാനും നടപടി സ്വീകരിക്കാനും തയ്യാറാകുമെന്ന് SP പറഞ്ഞു. പക്ഷേ ആ അന്വേഷണം പോലും അട്ടിമറിച്ചു. SP പറഞ്ഞു AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഞങ്ങൾ ആ പ്രതിയെ ആരാണോ MP അടിച്ചത് ഞങ്ങൾ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് അതുപോലും അട്ടിമറിക്കപ്പെട്ടിരിക്കും. അപ്പൊ എന്തുകൊണ്ട് അട്ടിമറിക്കപ്പെടുന്നു? അവർക്കറിയാം അന്വേഷണം നടന്നാൽ അത് അഭിലാഷിലേക്ക് എത്തും, അന്വേഷണം നടന്നാൽ അത് അഭിലാഷ് ഇത്രയും നാൾ വെച്ച് പുലർത്തിയ രാഷ്ട്രീയ ഇടങ്ങളിലേക്ക് പോകും, അവിടെ TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ടുള്ള ഇത്തരം നിർദ്ദേശങ്ങൾ വരും. അതുകൊണ്ട് ഈ ഒരു കാര്യം ജനമധ്യത്തിലേക്ക് എത്താതിരിക്കാനാണ് അന്വേഷണം, SP പ്രഖ്യാപിച്ച അന്വേഷണം പോലും ഈ ഭരണകൂടം അട്ടിമറിച്ചത്. കൃത്യമാണ്, പോലീസ് ബോധപൂർവം വടകരയിലും പേരാമ്പ്രയിലും ഒക്കെ സംഘർഷമുണ്ടാക്കി നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ അല്ലെങ്കിൽ മുഖം തിരികെ പിടിക്കാനുള്ള വൃഥാവിലായ നടപടിയാണ് ഇത്തരം അക്രമമെന്ന് നമുക്ക് കരുതേണ്ടി വരും. ഈ മുൻ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പോലും പറയുന്നു, കൺട്രോൾ റൂം CA ആളെന്തിന് പേരാമ്പ്രയിലെ ഈ സമരത്തിന്റെ ഫ്രണ്ട് റോയിൽ വന്ന് പാലനത്തിനായി നിൽക്കുന്നത്? അല്ല, ഒന്ന് നോക്കൂ നിങ്ങൾ, ഈ ആളുടെ ഒരു മുൻകാല ചരിത്രം, ഒന്ന് ഓംപ്രകാശുമായി ബന്ധപ്പെട്ട ഗുണ്ടാ മാഫിയ നെക്സസിലെ പ്രതിയാണ് ഈ അഭിലാഷ്. രണ്ടാമതൊരു പീഡന കേസിൽ, പോക്സോ കേസ് പോലും ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ആളാണ് ഈ അഭിലാഷ്. ഇതെല്ലാം കണ്ടുകൊണ്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടൊരുത്തൻ പിന്നീട് വീണ്ടും സർവീസിൽ വരികയാണ്. അവനെ വടകരയിലേക്ക് കൊണ്ടുവരുന്നു, വടകരയിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൊടുക്കുന്നു. അവിടെ നിന്ന് വടകരയിൽ നിന്ന് പേരാമ്പ്ര വന്ന് ഷാഫി പറമ്പിലിനെ നോക്കി ആക്രമിക്കുന്നു, മൂക്കിനടിക്കുന്നു, തലയ്ക്കടിക്കുന്നു. ഇത് കൃത്യമാണ്, ഇത് അവരുടെ ഒരു അജണ്ടയാണ്. വടകരയിൽ എത്തിച്ചതിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നാണ്. സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പൊ കാഫിർ സ്ക്രീൻഷോട്ട്, ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചരണം നടത്തിയ കാഫിർ സ്ക്രീൻഷോട്ടിൽ അന്വേഷണം എവിടെ എത്തി? അന്വേഷണം എവിടെ എത്തിയിട്ടില്ല, അവിടെയും പ്രതികൾ സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ബോധപൂർവ്വം വടകര കേന്ദ്രീകരിച്ച് കലാപങ്ങൾ ഉണ്ടാക്കാൻ, അക്രമങ്ങൾ ഉണ്ടാക്കാൻ CPM ബോധപൂർവ്വം കൊണ്ടുവന്ന ആളാണ് ഈ അഭിലാഷ് എന്നത് വ്യക്തമാണ്. പക്ഷെ അതിനോടൊന്നും ഞങ്ങൾ ഈ പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല. അയാൾക്ക് അഭിലാഷിന് ഉൾപ്പെടെ എതിരെയുള്ള നടപടി സ്വീകരിച്ച് SP-യും DYSP-മാരടക്കമുള്ളവർക്കെതിരെ നടപടി സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. അതോടൊപ്പം ഈ ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾ വീണ്ടും ചർച്ചയാക്കി തന്നെ മുന്നോട്ട് പോകും. തീർച്ചയായും വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഈ ഓംപ്രകാശ് പോലുള്ള ഗുണ്ടാ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ അഭിലാഷ്. പോക്സോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇതിനുശേഷം വളരെ കൃത്യമായി ആസൂത്രിതമായി തന്നെയാണ് വടകരയിലേക്ക് തന്നെ, ഷാഫി പറമ്പിൽ ഉള്ള ഇടത്തേക്ക് തന്നെ ഇത്തരം കുപ്രസിദ്ധരായ ഉദ്യോഗസ്ഥരെ സർക്കാർ നിയമിക്കുന്നതെന്നാണ്. അങ്ങനെ ഇരിക്കുന്ന ആളാണ് പേരാമ്പ്രയിൽ സംഘർഷം നടക്കുന്ന ഇടത്തിലേക്ക് പോവുകയും ഷാഫിയെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയും ചെയ്യുന്നു. എന്തായാലും കൃത്യമായി തന്നെ പോലീസ് ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകേണ്ടിയിരുന്നു. ആദ്യം ഈ മനഃപൂർവ്വം ചിലർ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ റൂറൽ SP പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവുന്നില്ല. ഷാഫി പറമ്പിൽ MPയുടെ മൊഴിയെടുക്കാൻ തയ്യാറാവുന്നില്ല, അതുമായി ബന്ധപ്പെട്ട കേസെടുക്കാൻ തയ്യാറാവുന്നില്ല. മറുപക്ഷത്തുള്ളവർക്കെതിരെ ഗൗരവമുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയും അവർ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും. എന്തായാലും കോൺഗ്രസ് UDF ഇക്കാര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ്, നിയമപരമായ നടപടികളും ഊർജിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതിൽ ഗൗരവതരമായ സംഭവമാണ്. ഇതാ News 18 അടക്കം പുറത്തുവിട്ടിരുന്ന അന്നത്തെ വാർത്തയുടെ ക്ലിപ്പിങ്ങുകൾ അടക്കമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതിൽ കൃത്യമാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അതനുസരിച്ച് 2023 ജനുവരി 19 ആണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അത് തീർച്ചയായും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത പുറത്തിറക്കുകയും ചെയ്തിരുന്നത്.
അതാകട്ടെ ഗൗരവമുള്ള സ്വഭാവം തന്നെയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള 3 പോലീസുകാരെയാണ് പിരിച്ചുവിടുന്നത് എന്ന് അതിൽ വ്യക്തമാണ്. ആ 3 പോലീസുകാരെ പിരിച്ചുവിട്ടതിൽ ഒന്ന് CI അഭിലാഷ്, മറ്റൊന്ന് പോലീസ് ഡ്രൈവർ ഷെറിയസ് രാജ്, മറ്റൊന്ന് ട്രാഫിക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ റെജി ഡേവിഡ് എന്നിവരെയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. ഇതിൽ 2 പേർ പീഡനക്കേസിൽ പ്രതികളാണ് എന്നും ഒരാൾ പീഡനക്കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നും ഉള്ളതാണ്. ശ്രീകാര്യം SHO ആയിരിക്കെ പീഡനക്കേസിലെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനാണ് ഈ അഭിലാഷിനെ പിരിച്ചുവിട്ടിട്ടുള്ളത്. റെയിൽവേ പോലീസിൽ CI ആയിരുന്ന അഭിലാഷ് നിലവിൽ ഗുണ്ടാബന്ധത്തിൻ്റെ പേര് സസ്പെൻഷനിലാണ്. അതായത് ഗുണ്ടാബന്ധം എന്ന് പറഞ്ഞാൽ അത് ഗുണ്ടകളോടൊപ്പം എന്ന് തന്നെയാണ്. അതിൽ പോലീസാണെങ്കിലും ഗുണ്ടകളോടൊപ്പമെങ്കിൽ സ്വാഭാവികമാണല്ലോ ക്രിമിനൽ സ്വഭാവം ഉണ്ടാകുന്നത്. അങ്ങനെ ക്രിമിനൽ സ്വഭാവമുണ്ട് അഭിലാഷിന് എന്നതുകൊണ്ട് തന്നെയായിരിക്കണം പിരിച്ചുവിട്ടത്. അതല്ലാതെ നമുക്കറിയാം, മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയത് അഭിമാനപൂർവ്വമാണ്. അതായത് പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ നടപടിയെടുത്ത സർക്കാർ തങ്ങളുടേത് മാത്രമാണ് എന്നും അത് വെറുതെയല്ല, അന്വേഷിച്ച് കണ്ടെത്തി ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പശ്ചാത്തലമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് തന്നെ മർദ്ദിച്ചത് എന്ന് കേരളത്തിലെ ഒരു MP പറയുമ്പോൾ അത് അങ്ങേയറ്റം ഗൗരവതരമായ ആരോപണമായി മാറുന്നുണ്ട്. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഗുണ്ടാബന്ധത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് സർവീസിൽ തിരികെ എത്തിയത്? ആരാണ് ഈ സർവീസിൽ തിരികെ എത്തുവാനുള്ള നിർദ്ദേശം നൽകിയത്? ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് ഏത് സർക്കാരാണ് നൽകിയത്? ആരുടെ കാലത്താണ് എന്നത് ഇപ്പോൾ എന്താണ് എങ്കിലും 2023 സസ്പെൻഡിലായ പുറത്താക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തിരിച്ചെത്തുമ്പോൾ അത് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എന്നത് തന്നെ വ്യക്തമാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അങ്ങനെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ ഉള്ള ഉദ്യോഗസ്ഥർ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ഒരു പോലീസുകാരൻ 2023 സസ്പെൻഷനിലാകുന്നു. അതും ജനുവരി 19 അങ്ങനെ ഒരു ഉത്തരവ് വരുന്നു. 2 വർഷങ്ങൾക്കിപ്പുറം എങ്ങനെയാണ് അഭിലാഷ് സർവീസിൽ തിരികെ എത്തി ഇത്തരത്തിലൊരു മർദ്ദനം നടത്തുന്നത് എന്നതാണ് ചോദ്യമായി വരുന്നത്. അത് കേവലം ആരോപണമായല്ല ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്നത്, ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നതാണ് അങ്ങേയറ്റം ഗൗരവതരമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ അനീഷ്, ഷാഫി പറമ്പിലിൻ്റെ വെളിപ്പെടുത്തലിന്, ആരോപണങ്ങൾക്ക് ആഭ്യന്തര വകുപ്പ് കൃത്യമായി മറുപടി നൽകേണ്ടി വരില്ലേ? തീർച്ചയായും ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ മറുപടി നൽകേണ്ടി വരും. കാരണം വിവരാവകാശ നിയമപ്രകാരവും ഈ അഭിലാഷിനെ കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടോ തിരികെ സർവീസിൽ പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടോ യാതൊരു രേഖകളും നിലവിലില്ല എന്ന മറുപടിയാണ് നൽകിയത്. അക്കാര്യവും ഷാഫി ഇന്ന് പ്രത്യേകം പറയുകയുണ്ടായിരുന്നു. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു, പിരിച്ചുവിടുമെന്ന് ഉത്തരവ് നൽകുന്നു, അത് മാധ്യമങ്ങളൊക്കെ വാർത്തയായി നൽകുന്നു. എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു ഉത്തരവും, ഈ പിരിച്ചുവിട്ടോ അല്ലെങ്കിൽ സർവീസിൽ തിരിച്ചെടുത്തോ എന്നത് സംബന്ധിച്ച് യാതൊരു ഉത്തരവും നൽകാതിരിക്കുക. പിന്നീട് അതേ ഉദ്യോഗസ്ഥൻ തന്നെ ഒരു സ്ഥലത്ത് സംഘർഷം നടക്കുന്ന ഒരിടത്തേക്ക് പോവുകയും അവിടെ വെച്ച് ഒരു MP തെരഞ്ഞുപിടിച്ച് ബോധപൂർവ്വം മർദ്ദിക്കുകയും ചെയ്യുക. നമുക്കറിയാം, സാധാരണഗതിയിൽ ഈ പ്രക്ഷോഭങ്ങളും ഈ സമരങ്ങളും ഒക്കെ ഒരുപാട് നടക്കുന്ന ഇടമാണ് നമ്മുടെ നാട്. അതിൽ ഭരണപ്രതിപക്ഷ ഭേദമന്യമില്ല. പലപ്പോഴും ഭരണപക്ഷത്തിരിക്കുന്നവർ പോലും ഇത്തരത്തിൽ ലാത്തിചാർജുകളും ടിയർ ഗ്യാസ് പ്രയോഗത്തിലുമൊക്കെ വിധേയരാവാറുണ്ട്. ഇവിടെ പക്ഷേ ഒരു MP ഇത്തരത്തിലൊരു സമരത്തെ മുഖത്ത് ചെല്ലുമ്പോൾ ഈ ഒരു കമാൻഡ് നൽകിയ ശേഷം ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയോ ലാത്തിചാർജ് പ്രയോഗിക്കുകയൊക്കെ നടക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ ഈ MP തന്നെ DCC അധ്യക്ഷൻ K പ്രവീൺകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രവീൺകുമാർ, ഷാഫി പറമ്പിൽ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ അഭിലാഷിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തുവിടുന്നത്. അഭിലാഷ് നേരത്തെ നടപടി നേരിടുകയും പുറത്താക്കപ്പെടുകയും ചെയ്തതാണ് എന്നത് വസ്തുത തന്നെയാണ്. പക്ഷേ സർവീസിലേക്ക് തിരികെ എത്തി. അതെങ്ങനെയാകാം എന്നാണ്. കാരണം വെറുതെയൊന്നുമല്ലല്ലോ ഒരാളെ സസ്പെൻഡ് ചെയ്യുകയല്ല, പിരിച്ചുവിടുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കേവലമായൊരു നടപടിയല്ല. വളരെ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി ഒരു തരത്തിലും സേനയിൽ തുടരാൻ അർഹനല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരാളെ ആയിരിക്കുമല്ലോ പിരിച്ചുവിടുന്നത്. അയാൾക്ക് എങ്ങനെ തിരികെ കയറാൻ സാധിച്ചു? അയാൾ എങ്ങനെ ഷാഫി പറമ്പിലിനെ മർദ്ദിക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പാർട്ടി കരുതുന്നത്? ഇതിനകത്ത് ഷാഫി പറമ്പിൽ MP പുറത്തുവിട്ടത് അദ്ദേഹത്തിനെ അടിച്ച പോലീസുകാരന്റെ അക്രമമുണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത പോലീസുകാരന്റെ ദൃശ്യങ്ങൾ സഹിതമാണ്. അതേപോലെ ഗൗരവകരമായ കാര്യമാണ് ഒരു ബോൺ ക്രിമിനൽ ആയ ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തെ സർവീസിൽ നീക്കം ചെയ്തത്. ആ ബോൺ ക്രിമിനൽ ആണെന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ആഭ്യന്തര വകുപ്പാണ്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ തിരിച്ചെത്തി, എപ്പോൾ തിരിച്ചെത്തി? വലിയൊരു ചോദ്യമല്ലേ. അങ്ങനെയുള്ളൊരു ബോൺ ക്രിമിനൽ ഉത്തരവാദിത്തപ്പെട്ടൊരു MP-യെ 3 തവണ തല്ലുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ഇതിൽ 2 തവണ തല്ലുന്ന ദൃശ്യമാണ് പുറത്തുവിട്ടത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്നുണ്ട്. ഒന്ന്, ഒരു പ്രകോപനവുമില്ലാതെ ഇദ്ദേഹം തല്ലിയതെന്തിന്?
2, AI ടൂൾ ഉപയോഗിച്ച് SP കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ കണ്ടുപിടിക്കാതിരുന്നപ്പോൾ